ശരി, നമ്മൾ ചൂരൽമലയിലേക്ക് വീണ്ടും പോവുകയാണ്. റോഷിപ്പാലുണ്ട് അവിടെ. റോഷിപ്പാൽ നേരത്തെ മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും പരിശോധന ഏതാണ്ട് അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇപ്പോൾ മുണ്ടക്കയിലൊക്കെ പരിശോധന വീണ്ടും നടത്തുകയാണ് JCB ഉപയോഗിച്ച്. ചൂരൽമലയിലെ ഒരു സാഹചര്യം എന്താണ്? പ്രത്യേകിച്ച് അവിടെ വില്ലേജ് ഓഫീസിന് സമീപത്തൊക്കെ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ചൂരൽമലയിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിലെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന കഴിഞ്ഞു. പക്ഷേ ഞാൻ നിൽക്കുന്ന ഇടം ഈ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ തൊട്ടിപ്പുറത്താണ്. അതിന് നേരെ എതിർവശത്ത് ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഏതാണ്ട് അങ്ങ് ദൂരക്കാഴ്ച അവിടെയുണ്ട്. അവിടെ ക്ഷേത്ര പരിസരത്തുണ്ട്. അതിന് സമാനമായി ഇതിൻ്റെ നേരെ എതിർവശത്ത് അവിടെ ഇപ്പോഴും മണ്ണുമാന്തി യന്ത്രം, അവിടെ ഒരു മണ്ണുമാന്തി യന്ത്രം ചെളിയിൽ താഴ്ന്നു പോയിട്ടുണ്ട്. അത് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത്. മറ്റ് ഈ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിരിക്കുന്നു ഈ മേഖലയിൽ എന്ന് ആണ് മനസ്സിലാക്കാൻ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ കുടുങ്ങിയ ആ മണ്ണുമാന്തി യന്ത്രത്തെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അവിടെ വലിയ ചതുപ്പാണ്. അവിടെ പലരും അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു. അവിടെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ കൃത്യമായ പരിശോധന വേണമെന്ന ആവശ്യം നാട്ടുകാർ പലവട്ടം ഉയർത്തി. അത്തരത്തിൽ പരിശോധന തുടങ്ങുമ്പോഴാണ് ഈ വലിയ മണ്ണുമാന്തി താഴ്ന്നു പോയത്. നേരത്തെ അത് പുറത്തെടുക്കുന്നതിന് വേണ്ടി മറ്റ് രണ്ട് ഹിറ്റാച്ചികളൊക്കെ ശ്രമം നടത്തുന്നതാണ് നമ്മൾ കണ്ടതല്ലേ? വിനീത, ആ ശ്രമം മാത്രമാണ് ഇപ്പോൾ ആ മേഖലയിൽ നടക്കുന്നത്. അവിടെ കൂടുതൽ ആളുകൾ അവിടെ കുടുങ്ങിയിട്ടുണ്ടാകും എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വലിയൊരു തെരച്ചിൽ വേണം. ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗവും രാവിലെ കണ്ടപ്പോൾ അങ്ങനെ ഒരു സൂചന അവരും തന്നിരുന്നു. അവിടെ വളരെ വിശദമായ പരിശോധന ആവശ്യമാണ്. കാരണം വലിയ രീതിയിൽ ദുർഗന്ധം വമിക്കുന്നുണ്ട്. നമ്മൾ അവിടെ അവിടെ കാണാം കുറേ രക്ഷാപ്രവർത്തകർ. ആ കാണുന്ന ഓറഞ്ച് വസ്ത്രമണിഞ്ഞ രക്ഷാപ്രവർത്തകർ മുഴുവൻ ഫയർ ആൻഡ് റെസ്ക്യൂ, കേരള ഫയർ ആൻഡ് റെസ്ക്യൂവിലെ രക്ഷാപ്രവർത്തകരാണ്. അവർ ഈ മേഖലയിൽ വലിയ ഏതാണ്ട് 6 അടിക്ക് മുകളിൽ അവിടെ താഴ്ചയിൽ ചെളി അടിഞ്ഞിട്ടുണ്ട്. അവിടെ നേരത്തെ ഒരു പുഴ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ചെളി അടിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഒഴുക്ക് വന്ന് അവിടെ ഇടിച്ച് വഴിമാറി ഇതിലേ വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ദുർഗന്ധം വമിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ കൂടുതൽ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പക്ഷേ പരിശോധനയ്ക്കിടയിൽ ഈ മണ്ണുമാന്തി യന്ത്രം അവിടെ താഴ്ന്നതോടെ പരിശോധന നിർത്തുന്നു. ആ മണ്ണുമാന്തി യന്ത്രത്തെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. മറ്റ് മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ പതുക്കെ കരയിലോട്ട് പോയി തുടങ്ങി. ഇനി ഈ ചൂരൽമല മേഖലയിലും പതുക്കെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിക്കുന്നതിൻ്റെ സൂചനയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇതൊക്കെ പലവട്ടം നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണിച്ചതാണ്. ഇവിടെയൊക്കെ ഇനിയും പരിശോധിക്കാറുണ്ട്. പലയിടങ്ങളിലും വളരെ വിശദമായി പരിശോധിച്ചിട്ടുണ്ട്. ഈ കാണാം മണ്ണ് നീക്കിയതൊക്കെ ഇതിലെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ പോയി നീക്കി. പലയിടങ്ങളിലും വലിയ കൂറ്റൻ പാറക്കല്ലുകളുള്ളതുകൊണ്ട് അവിടെ പരിശോധന നടത്താൻ കഴിയുന്നില്ല. ആ കൂറ്റൻ പാറക്കല്ലുള്ള ഇടത്ത് വീടുണ്ടായിരുന്നു. അല്പം മുമ്പ് ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ ആയിരുന്ന വിപിൻ, ആ വിപിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഒഴുക്കിൽപ്പെട്ട് അവരെ നഷ്ടമായി. അവരെ നേരെ താഴെ ചൂരൽമല ടൗണിനടുത്ത് പാലത്തിനടുത്ത് നിന്നാണ് അവരുടെ മൃതദേഹങ്ങൾ കിട്ടിയത്. ഈ പരിസരത്ത് ആകെ വീടുകൾ മുഴുവൻ തകർന്നതാണ്. അപ്പോൾ ഇനി ഈ മേഖലയിൽ മുഴുവൻ മണ്ണ് മാന്തി നോക്കണം. കാരണം പുതുതായി ചെളി ഇവിടെ വളരെ കൂടുതൽ ചെളി നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ചെളി നീക്കിയുള്ള രക്ഷാപ്രവർത്തനം നടത്തണം, തെരച്ചിൽ നടത്തണം, അവിടെ മൃതദേഹങ്ങൾ ഉണ്ടോ എന്ന്. ഏതായാലും വളരെ വിശദമായ ഒരു പരിശോധന ഈ മേഖലയാകെ നടക്കുന്നുണ്ട്. പക്ഷേ വളരെ നേരത്തെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു എന്നുള്ള പരാതിയാണ് എല്ലാവർക്കും ഉള്ളത്. കുറച്ചുകൂടെ സമയം ഇവിടെ ഈ രക്ഷാപ്രവർത്തനം തെരച്ചിൽ നടത്തണം. കാരണം ദിവസം കഴിയും തോറും മൃതദേഹങ്ങളാണെങ്കിൽ അത് അഴുകിപ്പോകാനുള്ള സാധ്യത അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവും ഉയരുന്നു. ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ മടങ്ങുന്ന, ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് രക്ഷാപ്രവർത്തകരുമൊക്കെ മടങ്ങുന്ന ദൃശ്യങ്ങൾ കാണാം. മുന്നിൽ ഒരു മണ്ണുമാന്തി യന്ത്രം പോകുന്നു. അതിന് പിന്നാലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്. അതിന് തൊട്ടു പിന്നിലുണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ഏതാണ്ട് തെരച്ചിൽ അവസാനിച്ചു. ഇനി വളരെ ദീർഘദൂര വളരെ അപ്പുറത്ത് ആ ക്ഷേത്രം നിന്നിരുന്ന സ്ഥലത്ത് പാലത്തിനടുത്ത് മാത്രമാണ് മണ്ണുമാന്തി യന്ത്രം പാലത്തിനപ്പുറത്ത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഇതോടെ ചൂരൽമല മേഖലയിലെ ഇന്നത്തെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായും അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ ചാറ്റൽ മഴയുണ്ട്, മൂടിക്കെട്ടിയ അന്തരീക്ഷമുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇനിയും ഉരുൾപൊട്ടാനുള്ള സാധ്യത, അത് ഈ പ്രദേശവാസികളൊക്കെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അവിടെ നേരത്തെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു.
അതിൻ്റെ തുടർ ഉരുൾപൊട്ടലാണ് ഇപ്പോഴുണ്ടായത്. ഇനിയും അവിടെ ഇടിഞ്ഞു നിൽക്കുന്ന മലയുടെ ഭാഗം ഏത് നിമിഷവും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത. കാരണം മലമുകളിൽ പലപ്പോഴായി മഴ പെയ്യുന്നുണ്ട് തുടർച്ചയായി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അപകട സാധ്യത കൂടി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു, ജില്ലാ ഭരണകൂടവും പറയുന്നു. അതുകൊണ്ട് ഈ വൈകിട്ട് അല്ലെങ്കിൽ രാത്രി കാലങ്ങളിലാണ് കൂടുതൽ മഴ ലഭിക്കുകയും വലിയ അപകടങ്ങൾ വരാനുള്ള സാധ്യതയുമുള്ളത്. അതുകൊണ്ട് ആണ് ഈ യന്ത്രങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റുന്നത് എന്ന വിശദീകരണം ജില്ലാ ഭരണകൂടവും നൽകുന്നു. ഏതായാലും ഈ മേഖലയിൽ സുരക്ഷിതമല്ല ഇനി അങ്ങോട്ട് എന്നതിൻ്റെ കൃത്യമായ സൂചന മുകളിലുള്ള ഈ ഉരുൾ പൊട്ടിയ പ്രഭവ സ്ഥാനം നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും, താഴെ നിന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇവിടെയൊക്കെ വീടുകൾ, ഇവിടെയൊക്കെ ഇനിയും തെരച്ചിൽ നടത്തണമെന്ന ആവശ്യമുണ്ട്. കാരണം ചെളി നിറഞ്ഞിട്ടുണ്ട്, ഈ മേഖല ആകെ ചെളിയാണ്. രക്ഷാപ്രവർത്തകരുണ്ട്, അവരൊക്കെ പല സമയങ്ങളിലായി ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ ദുർഗന്ധം വമിക്കുന്നുണ്ട്, അവിടെ മൃതദേഹം ഉണ്ടാകാമെന്ന് സൂചന പറയുന്നു. പലയിടങ്ങളിലും വലിയ പാറക്കെട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പരിശോധിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ വീട്ടിൽ നിന്നും 20 പേർ അപ്പുറത്തുള്ള പല വീടുകളിൽ നിന്ന് 20 പേർ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ആ വീട്ടിൽ നിന്നും ആ പരിസരവാസികളായ 2 പേർ ചേർന്ന് അവരെ രക്ഷപ്പെടുത്തി മറ്റൊരു വീട്ടിലേക്ക് കുത്തിയൊലിക്കുന്ന വെള്ളത്തിനിടെ പലരും ഈ വീട്ടിൽ നിന്ന ചിലർ ഈ കുത്തിയൊലിക്കുന്ന ചെളിക്കൊപ്പം പുറത്തേക്ക് മരണക്കയത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ 20 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ഒരു വീടാണ്. പക്ഷേ വീട് നാമാവശേഷമായി ഏതാണ്ട് ഒരു താമസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് വീട് തകർന്നു. പക്ഷേ ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു സുരക്ഷിതമായുള്ള ഒരു വീട്ടിലേക്ക് വെള്ളം കുത്തിയൊലിക്കുന്ന ഘട്ടത്തിൽ സാരിയും തുണികളും വലിയ കർട്ടനുകളൊക്കെ വെച്ചുകൊണ്ട് കൂട്ടിച്ചേർത്ത് അവർ ഈ പരിസരവാസികൾ, ഈ നാട്ടുകാരായ തദ്ദേശീയരായ പരിസരവാസികൾ അവർ രക്ഷപ്പെടുത്തി, സ്ത്രീകളെ അടക്കം രക്ഷപ്പെടുത്തി അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. എന്തായാലും അരക്കൊപ്പം ചെളി നിറഞ്ഞിട്ടുണ്ട് ഈ മേഖലയാകെ. ഇതിലെ കൃത്യമായി നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ സാധിക്കാത്ത രീതിയിൽ ചളിയുണ്ട്. രാവിലെ പലരും രക്ഷാപ്രവർത്തകരടക്കം ചളിയിൽ പൂഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ ക്ഷേത്ര പരിസരത്ത് ചളിയിൽ പൂഴുന്നപ്പോൾ ഈ ആർമിയുടെ ടീം വന്നാണ് അവരെ പുറത്തേക്കെടുത്തത്. ഏതാണ്ട് അരക്കൊപ്പം ചെളി നിറഞ്ഞിരുന്നു. ഇത് ഒരു വയലിനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വയലിൻ, ഒരു വല്ലാത്ത ഒരു ദൃശ്യമാണിത്. ആരുടെയോ ഒരു വയലിനാണ്, ഒഴുകി വന്നതാകാം ഒരുപക്ഷെ. രക്ഷാപ്രവർത്തകർ ഇവിടെ മരത്തിൻ്റെ ചില്ലയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള വീടിനകത്ത് മുഴുവൻ ചളിയാണ്. ഇവിടെ ഒരുപക്ഷെ പരിശോധന നടന്നിട്ടുണ്ടാകാം. അല്പം മുമ്പ് ഈ പരിസരവാസികളെ കണ്ടപ്പോൾ അവർക്കൊക്കെ വലിയ പ്രതിഷേധമുണ്ട്. ഈ മുന്നറിയിപ്പ് ഈ ഭരണകൂടം തന്നില്ല എന്നുള്ള വലിയ പ്രതിഷേധം അവർക്കൊക്കെ ഉണ്ട്. അതിനൊപ്പം ഇനി ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. ഏതായാലും ഇന്നത്തെ തെരച്ചിൽ വിനീത ചൂരൽമലയിൽ പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ്. ഇനി നാളെയാണ് തിരച്ചിൽ. നാളെ ഏതൊക്കെ സംഘമുണ്ടാകും, കൂടുതൽ ആളുകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ സംഘത്തിൻ്റെ എണ്ണം കുറയ്ക്കുമോ എന്ന് വ്യക്തമല്ല. കാരണം മിക്കവാറും മേഖലകളിൽ തെരച്ചിൽ നടത്തിയെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ഇനി ഏതൊക്കെ മേഖലയിലാണ് നാളെ തെരച്ചിൽ നടക്കുക എന്ന് വൈകിട്ടത്തെ അവലോകന യോഗത്തിലാണ് തീരുമാനിക്കുക. ഒപ്പം നിലവിലുള്ള കോസ്റ്റ് ഗാർഡുണ്ട്, ഫയർ ആൻഡ് റെസ്ക്യൂ ഉണ്ട്, ആർമി, നേവി, ഒപ്പം തന്നെ ഇന്ത്യൻ എയർഫോഴ്സ്, ഇതിനൊപ്പം NDRF, തദ്ദേശീയരായ രക്ഷാപ്രവർത്തകർ, സന്നദ്ധ സേന, ഇവർ ഒരുമിച്ചുള്ള രക്ഷാപ്രവർത്തനം നാളെയും തുടരും. നാളെ എത്ര പേർ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമുണ്ടാകുമെന്ന് വ്യക്തമല്ല. എങ്കിൽ പോലും നമ്മൾ നേരത്തെ ആ മണ്ണുമാന്തി യന്ത്രം ചളിയിൽ പൂഴ്ന്നുപോയ ആ ഇടത്ത് നാളെ നിർബന്ധമായും തെരച്ചിലുണ്ടാകും. അവിടെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രം വെച്ചുള്ള തെരച്ചിലാകും ഉണ്ടാവുക. അവിടെ വളരെ താഴ്ചയിൽ ചെളി കെട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പരിശോധന കൂടുതലായി നടക്കുക. അവിടെ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുമെന്ന് നാട്ടുകാരും ഉറപ്പിച്ചു പറയുന്നു. അവിടെ വലിയ രീതിയിലുള്ള ദുർഗന്ധം വമിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. വിനീത. ശരി, റോഷിബ നിൽക്കുന്ന വീട് ഇപ്പോൾ നാമാവശേഷമായിരിക്കുന്നു. അതിൻ്റെ മുറ്റത്ത് തൂക്കിയിട്ടിരിക്കുന്ന, മുറ്റമാണോ എന്നറിയില്ല, ആ മരച്ചില്ലയിൽ രക്ഷാപ്രവർത്തകരിൽ ആരോ തൂക്കിയിട്ടിരിക്കുന്ന വയലിൻ തന്നെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. സംഗീത സാന്ദ്രമായിരുന്നൊരു വീടായിരുന്നിരിക്കണം അത്. എന്നാൽ ഇപ്പോൾ ശോകമൂകമായിരിക്കുന്നു. ആ വീട്ടിലാരും ബാക്കിയില്ല. ആ വീടാകെ ഉപയോഗശൂന്യമായ രീതിയിൽ നാമാവശേഷമായിരിക്കുന്നു എന്ന്. അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് വയനാട്ടിൽ ഈ ദുരന്തബാധിത മേഖലയിൽ എവിടെയും കാണാൻ കഴിയുന്നത്. ചിലരുടെ വിവാഹ ചിത്രങ്ങളൊക്കെ തന്നെയും ലഭിക്കുന്നുണ്ട്. ആ വയലിൻ്റെ ദൃശ്യങ്ങൾ നോക്കൂ. അത് ആരുടേതാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ വീടിനകത്തു നിന്നും രക്ഷാപ്രവർത്തകർക്ക് കിട്ടിയതായിരിക്കണം. അതാണ് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്.